ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശമാണ് നോക്കുന്നത്. എന്തുദ്ദേശിച്ചിട്ടായിരുന്നു അവർ നിങ്ങളിലേക്ക് വന്നത്? ഒരു ചീറ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ട്രൂ ഇൻറ്റൻഷൻ? ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. വി ആർ ദ വേൾഡ്. ഗോയിങ് വിത്ത് ദ ഫ്ലോ. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇൻറ്റൻസിറ്റി എന്ന കാർഡാണ്. ഓക്കെ, ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് മോർണിംഗ് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മോർണിംഗ് ഒരു വീഡിയോ ഇടാം ഗൈഡൻസ് ആയിട്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, മജീഷ്യൻ വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം, അവരെന്തുദ്ദേശിച്ചിട്ടാണ് നിങ്ങളിലേക്ക് വന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ വി ആർ ദ വേൾഡ് എന്ന കാർഡാണ് കിട്ടിയത്. ഇവിടെ കൺഫർമേഷൻ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് ചില ആളുകൾ, എല്ലാവരെയും കോമൺ ആയിട്ടല്ല പറയുന്നത്, പക്ഷേ ചില ആളുകൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളെ ലോകമായി കണ്ടുകൊണ്ട് തന്നെയാണ്. അതായത് നിങ്ങളാണ് എല്ലാം, അല്ലെങ്കിൽ നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ജെനുവൻ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഒരു ചീറ്റിംഗ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പകുതി വഴിക്ക് ഇട്ടിട്ട് പോകണമെന്നൊന്നും ഈ പേഴ്സൺ വിചാരിച്ചിട്ടില്ല. കൂടെ കൂട്ടാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇതെനിക്ക് ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിരിക്കും, ഒരു കംഫർട്ട് ആയിരിക്കും എന്നുള്ള രീതിയിൽ വന്നതായിട്ട് കാണുന്നു. ആൻഡ് ഗോയിങ് വിത്ത് ഫ്ലോ എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട്. അതിൽ ചെറിയ തോതിലെങ്കിലും ചില ആളുകളിലേക്ക് വന്നിട്ടുള്ള പേഴ്സൺസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. കണ്ടു, അട്രാക്റ്റഡ് ആയി, വന്നു, ദെൻ എങ്ങനെ പോകുന്നോ ആ രീതിക്ക് മൂവ് ചെയ്യാം, ആ ഒരു മൈൻഡിൽ. അതായത് ഇപ്പം സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ സ്റ്റോപ്പ് ആയിക്കോട്ടെ, ലൈഫ് ലോങ് പോവുകയാണെങ്കിൽ ലൈഫ് ലോങ് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതായത് ഒരു ഡ്രീമോ കാര്യങ്ങളൊന്നും അവർ മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിച്ചിട്ടില്ല. ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല, എന്നാൽ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. ആ ഒരു മൈൻഡിൽ അങ്ങനെ വന്ന ആളുകളെ കാണുന്നു. ആൻഡ് ട്രാവലിങ്ങും ഹീലിങ്ങിൻ്റെയും കാർഡ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ചില ആളുകൾ ഒരു ഹീലിംഗ് ആയിട്ട്, അതായത് സമാധാനത്തിന് വേണ്ടിയിട്ട്, ലൈഫിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ ചേർത്തിയ ആളുകളെ കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതായത് മേ ബി നിങ്ങളുടെ പേഴ്സണ് ഒരു ഫാമിലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ വളരെയധികം
ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളായിരിക്കാം. ഫാമിലി കാരണം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കാരണം ഓവറായിട്ട് സ്ട്രെസ് എടുക്കുന്ന ഒരാളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ ഒരു ഹീലിംഗ് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട്, അല്ലെങ്കിൽ അവർക്കത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ, അങ്ങനെ ഒരു സപ്പോർട്ട് അത്യാവശ്യമായതുകൊണ്ട് തന്നെ നിങ്ങളെ ചൂസ് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതൊരിക്കലും ഒരു ചീറ്റിംഗ് അല്ല. നമ്മളുടെ കൂടെ നല്ലത് ചെയ്യുന്ന ആളുകളെ ഒരിക്കലും മറന്നു പോവില്ല എന്ന് പറയുമ്പോൾ ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഹീലിംഗ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കാരണം വേറൊരാൾക്ക് സമാധാനം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു നല്ല ഒരു എബിലിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പം അതിവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റേഴ്സ് വന്നതുകൊണ്ട് തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് ചില ആളുകൾ കണക്റ്റ് ആകേണ്ടതായിട്ടുണ്ട്. അതായത് ഈ വീഡിയോസ് കാണുന്ന ചിലർ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു സ്റ്റെപ്പിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അപ്പം നിങ്ങളെ ചില ലെസൺസ് എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ, അതായത് നമ്മൾ അനുഭവങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും ഒരു കംഫർട്ടാകുക അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത് ചില അനുഭവങ്ങളിലൂടെയാണ്. അപ്പം ചില പേഴ്സൺസ് നിങ്ങളിലേക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പുകളാണ് നമ്മളെ ഓരോ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ബന്ധങ്ങൾ പലതുമാകാം. ഏതിലൂടെയും നമ്മൾ ജെന്യുവനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾക്കൊരു ലെസൺ ആണ്. അപ്പം അങ്ങനെ ചില പാഠങ്ങൾ പഠിച്ച് നിങ്ങളെ ഒരു സ്റ്റെബിലിറ്റി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആൻഡ് അതുപോലെ ഇവിടെ വേൾഡ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകളുണ്ട്, ചീറ്റിംഗ് ആയിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ആളുകളാണ് ഇവിടെ കാണുന്നത്. സോ ഇത് എല്ലാം, ഈ ഒരു ക്യാരക്ടർ എല്ലാം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാകാം. സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാലോ നിങ്ങൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നതെന്ന്, ആ പേഴ്സൺ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഹീലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സപ്പോർട്ടായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം ഇതെല്ലാം ചിലപ്പം ആ പേഴ്സണിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതിൽ ഒന്ന് മാത്രമായിരിക്കാം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം വെച്ചിട്ട് മാത്രമാണ് അത് അവർ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു സമാധാനത്തിനാണ് ഞാൻ നിന്നെ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടല്ല, അത് അവരുടെ സോള് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് കണക്റ്റായി എടുക്കുകയാണ്, സെയിം സോളായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് അതുപോലെ ഇവിടെ ഒരു സോൾ കണക്ഷൻ കാണിക്കുന്നുണ്ട്, ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സെയിം സോളുകളായിരിക്കാം നിങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് മജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ വളരെയധികം അട്രാക്ഷൻ, ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ അട്രാക്റ്റ് തോന്നി വന്നു. ദെൻ ഒരു ഫ്ലോ എന്താണോ ആ ഒരു ഫ്ലോയിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന ചില ആളുകളെയും കണ്ടിട്ടുണ്ട്. അപ്പം എന്താ പറയുക, മജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളെയും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൻ്റെ ലൈഫിൽ, നിങ്ങളുടെ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് വേറെ ഫാമിലി അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നുമില്ല. എന്നിട്ടും നിങ്ങളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം നിങ്ങൾ തന്നെ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സണെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ ബ്രേക്ക് ആവണമെങ്കിൽ പോയിക്കോട്ടെ, കൂടെ വരികയാണെങ്കിൽ വന്നോട്ടെ, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലുള്ള ആളുകളായിരിക്കും. മനസ്സിലാക്കുക, നിങ്ങൾ തന്നെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും എടുക്കേണ്ടി വരുന്നു, അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, അതും ആ പേഴ്സണ് സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നുമില്ലാത്ത ഒരാളാണ് അങ്ങനെ കാണിക്കുന്നതെങ്കിൽ, അതായത് അവനവന് പ്രിയോറിറ്റി കൊടുക്കുകയാണ്, നിങ്ങൾക്കൊരു പ്രിയോറിറ്റിയും തരുന്നില്ല, എന്നാൽ അവർക്ക് വേറെ സിറ്റുവേഷൻസ് ഒന്നുമില്ല, അങ്ങനത്തെ ആളുകളാണെങ്കിൽ അത് ഒരു ടൈം പാസ് പോലെ നിൽക്കുകയാണെങ്കിൽ കൂടെ കൂട്ടാന്നുള്ളൊരു വിചാരത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് ഇത് എന്നുള്ളത് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഓക്കെ, അതേപോലെ തന്നെ വളരെ അട്രാക്റ്റഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കെയറിങ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാനുള്ളൊരു ഭംഗി കൊണ്ടായിരിക്കാം. എന്തൊക്കെയോ കൊണ്ട് നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ് ഈ പേഴ്സൺ. ഓക്കെ, വളരെയധികം അട്രാക്റ്റഡ് ആണ്. അപ്പം ആ ഒരു റീസൺ കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം മെയിൻലി ഇവിടെ ഉദ്ദേശം നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. 2 ടൈപ്പ് ആളുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനനുസരിച്ച് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇപ്പം കറൻ്റ്ലി അവരുടെ ഒരു ഉദ്ദേശം എന്താണ്, ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പേഴ്സൺ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, അവർ പ്രത്യേകിച്ച് നിങ്ങളെ ട്രാപ്പ് ചെയ്യണം, ചതിക്കണം അങ്ങനെയുള്ളതൊന്നും അവർ വിചാരിച്ചിട്ടില്ല. ഓക്കെ, കൂടെ കൂട്ടണം തന്നെയാണ്. കാരണം ഫസ്റ്റ് തന്നെ വി ആർ ദ വേൾഡ് എന്ന് വരുമ്പോൾ കൂടെ കൂട്ടണം അല്ലെങ്കിൽ കൂടെ വേണം എന്നുള്ള ഒരു എനർജി തന്നെയാണ്, വളരെ പോസിറ്റീവ്. ഓക്കെ, ഡെത്ത് കാർഡ് വന്നതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു ചേഞ്ചിനാണ് അവർക്ക് വേണ്ടി വന്നിട്ടുള്ളത്.
മനസ്സിലായോ? അപ്പോൾ അവരുടെ ലൈഫിലൊരു ഹീലിംഗ് ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. അത്രത്തോളം നിങ്ങൾ മേ ബി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. ഒരു ട്രാൻസ്ഫർമേഷൻ അവരുടെ ലൈഫിൽ നടക്കാൻ നിങ്ങൾ കാരണമായിട്ടുണ്ട്. അവരുടെ എന്തൊക്കെയോ മാറ്റങ്ങൾക്ക് നിങ്ങൾ കാരണമായിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ പേഴ്സൺ അറിയാം, നല്ല രീതിക്ക് അറിയാം, നിങ്ങളുടെ കാര്യം നല്ല രീതിക്ക് അറിയാം അവർക്ക്. അതുകൊണ്ടായിരിക്കും മേ ബി നിങ്ങളടുത്ത് ആ ഒരു സ്നേഹം വിട്ടുപോകാതെ ഇപ്പോഴും അഡിക്റ്റഡ് ആയിട്ട് അവർ കിടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. ഓക്കെ, സിറ്റുവേഷൻ ബേസ് ചെയ്ത് മാത്രം മാറി നിൽക്കുന്ന ആളുകളും ഉണ്ടാകും. അപ്പം ഇപ്പം കറൻലി അവരുടെ ഒരു ഉദ്ദേശം എന്താണ്? സിക്സ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ്. ഇതൊരു കമ്മിറ്റ്മെൻറ്റ് കാർഡാണ് കേട്ടോ. ഇപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങലാണ് കാണിക്കുന്നത്, ഷെയറിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് പ്രസൻസ് ആണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്ത ഒരാളാണ്, വേദനിപ്പിച്ച ഒരാളാണ്, നിങ്ങൾ കൊടുത്തതൊന്നും അവർ നിങ്ങൾക്ക് തരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരിപ്പം അത് റിയലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇപ്പോൾ തന്നുകൊണ്ടിരുന്ന ഒരാളാണ്, എന്നിട്ട് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്ത്, അതായത് സ്നേഹം ഒരുപാട് തന്നു, നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ലൈഫിൽ, അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ ഇപ്പം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയ ഒരാളാണെങ്കിൽ അവർ വീണ്ടും നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഴയതിൽ തന്നതിനേക്കാൾ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഷെയറിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ആ ഒരു ഉദ്ദേശം അതാണ്, ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. സഹായിക്കുക, ഷെയർ ചെയ്യുക, പ്രസൻസ്, അതൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് എംപ്രസ് കാർഡ്, സ്നേഹം, തരാത്ത സ്നേഹം നിങ്ങൾക്ക് തരിക, അൺലിമിറ്റഡ് ആയിട്ട് ആ സ്നേഹത്തെ തരിക, അൺലിമിറ്റഡ് ആയിട്ട്. ഓക്കെ, മേ ബി നിങ്ങൾ കോണ്ടാക്ട് ഇല്ലാത്തൊരവസ്ഥ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാഷസുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നിൽക്കുന്നുണ്ടാകാം, പ്രോപ്പർലി ഒന്നും ആയിരിക്കില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം സ്നേഹം ഒരു അൺലിമിറ്റഡ് ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ അവരുദ്ദേശിക്കുന്നത്. നൈസ്. 2 ഓഫ് കപ്സ്. ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ കാർഡ്സും വളരെ പോസിറ്റീവാണ്. ഇതൊരു മ്യൂച്വൽ അട്രാക്ഷൻ ആണ്. അതായത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു മ്യൂച്വലി പോകണം. 1 കാർഡും കൂടി എടുക്കാം. 4 ഓഫ് പെൻഡക്കിൾ ആണ്. ഇപ്പോൾ മെയിൻലി അവരുടെ ഒരു ഉദ്ദേശം പറയുകയാണെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, നിങ്ങളെ വിട്ടുകൊടുക്കാൻ പറ്റൂല. സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ എന്തോ ആയിക്കോട്ടെ, ഈ പേഴ്സൺ ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പേഴ്സൺ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആയത് എന്ത് ആയിക്കോട്ടെ, നിങ്ങളെ വിട്ടെന്തായാലും ഈ പേഴ്സണ് പോകാൻ പറ്റൂല. ഇനിയിപ്പോൾ നിങ്ങളെ അതായത് അവരെന്തോ ചെയ്തു, പക്ഷേങ്കിൽ അതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ചോയ്സ് എടുക്കാൻ പാടില്ല. നിങ്ങളെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പേജ് ഓഫ് വാൻഡ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഇൻസ്പിറേഷൻ ആവുകയാണ് നിങ്ങൾ അവർക്ക്. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു ഫ്രീ സ്പിരിറ്റ്, ദാറ്റ് മീൻസ് നിങ്ങളുടെ സോള് അവരെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ അത്രയും ജെനുവനായിട്ട് അവരുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാകാം. അപ്പോൾ അത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ അവരുടെ സോൾ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, ജെനുവനായിട്ട് തന്നെ. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. നിങ്ങൾക്ക് റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.